ഇസ്ലാമി എയർപോർട്ടിലേക്ക് നടത്തിയ മാർച്ചിൽ അവർ ഉയർത്തിപ്പിടിച്ച ഫോട്ടോകൾ ഇന്ത്യയിലെ ഏതെങ്കിലും നേതാക്കന്മാരുടേതായിരുന്നോ? മൗലാന മുഹമ്മദ് അലിയുടെ ഫോട്ടോ അവർ ഉയർത്തിപ്പിടിച്ചിരുന്നോ? മൗലാന അബുൽ കലാം ആസാദിന്റെ ഫോട്ടോ അവർ ഉയർത്തിപ്പിടിച്ചിരുന്നോ? എന്തിനധികം മൗലാന മൗദൂദിയുടെ ഫോട്ടോ അവർ ഉയർത്തിപ്പിടിച്ചിരുന്നോ? അവർ ഉയർത്തിപ്പിടിച്ചത് ഈജിപ്തിനെ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി ശ്രമിച്ച മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കന്മാരുടെ ഫോട്ടോയാണ്. സയ്യിദ് കുത്തുബിന്റെ ഫോട്ടോ അവർ ഉയർത്തിപ്പിടിച്ചു. ഹസനുൽ ബന്നയുടെ ഫോട്ടോ അവർ ഉയർത്തിപ്പിടിച്ചു. റാഷിദുൽ ഖനൂഷിയുടെ ഫോട്ടോ അവർ ഉയർത്തിപ്പിടിച്ചു. ഉർദുഗാന്റെ ഫോട്ടോ അവർ ഉയർത്തിപ്പിടിക്കുന്നു. ഇന്ത്യയിൽ വഖഫ് ഭേദഗതി ബില്ലിനെതിരായി നടന്ന ഒരു സമരത്തിൽ ഇന്ത്യയിലെ നേതാക്കന്മാരുടെ ഫോട്ടോ അവർ ഉയർത്തിപ്പിടിക്കേണ്ടതായിരുന്നില്ലേ? സേട്ടു സാഹിബിന്റെ ഫോട്ടോ അവർക്ക് ഉയർത്തിപ്പിടിക്കാമായിരുന്നല്ലോ. ബനാത്തുള്ള സാഹിബിന്റെ ഫോട്ടോ അവർക്ക് ഉയർത്തിപ്പിടിക്കാമായിരുന്നല്ലോ. നയങ്ങളിൽ സമീപനങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് മൗലാന മൗദൂദിയുടെ ഒരു പുസ്തകമെങ്കിലും അവർ പിൻവലിച്ചിട്ടുണ്ടോ മാർക്കറ്റിൽ നിന്ന്? മൗദൂദിയുടെ ആശയങ്ങളോട് ഞങ്ങൾ വിയോജിക്കുന്നു, ഇസ്ലാമിക രാഷ്ട്രവാദത്തോട് ഞങ്ങൾ സന്ധി ചെയ്യുന്നില്ല, അതിനോട് ഞങ്ങൾ ശക്തമായി വിയോജിക്കുന്നു എന്ന് എന്നെങ്കിലും അവർ പറഞ്ഞതായി കേട്ടുകേൾവിയുണ്ടോ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവേ അങ്ങേക്ക് കേരളത്തിലെ ഏത് മുസ്ലിം സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമിയെ അംഗീകരിക്കുന്നത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജമാഅത്തെ ഇസ്ലാമിയെ അംഗീകരിക്കുന്നുണ്ടോ? സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളോട് ചോദിക്ക്, ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദം ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന്. നഖശിഖാന്തം എല്ലാ മുസ്ലിം സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നു. കേരള നദവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന അധ്യക്ഷൻ അബ്ദുൽ കോയ മദനി ഇന്നലെ പറഞ്ഞില്ലേ, ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തോട് ഞങ്ങൾ ശക്തമായി വിയോജിക്കുന്നു, അതിന് ഞങ്ങൾ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കും. ഇന്ത്യയുടെ മതനിരപേക്ഷതയെ തുരങ്കം വെക്കുന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ അനുയായികളും നേതാക്കളും ജമാഅത്തെ ഇസ്ലാമി UDF-ന് പിന്തുണ കൊടുത്തതിനെ, അത് സ്വീകരിച്ചതിനെ ശക്തമായി എതിർത്തില്ലേ? എന്നിട്ടും എന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വേണ്ട എന്ന് പറയാൻ UDF-ന്